എല്ലാവർക്കും നമസ്കാരം. എഡിസോണിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അഞ്ചാമത്തെ ചാപ്റ്ററാണ് നോക്കുന്ന ബയോളജിയുടെ അഞ്ചാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് പ്രതിരോധത്തിൻ്റെ കാവലാളുകൾ എന്നാണ്. അതായത് സോൾജിയേഴ്സ് ഓഫ് ഡിഫൻസ്. Chapter 5, Soldiers of Defense. അതായത് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്നാമത് നമ്മുടെ പ്രതിരോധ ശേഷി അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി എന്ന് പറയും, ഇമ്മ്യൂൺ സിസ്റ്റം. അപ്പോൾ ആ ഇമ്മ്യൂണിറ്റി എന്താണ്, ആ ഇമ്മ്യൂണിറ്റിയിൽ തന്നെ എത്ര തരത്തിലുള്ള പ്രതിരോധ ശേഷിയുണ്ട്, ഇങ്ങനെയുള്ള പ്രതിരോധ ശേഷിക്ക് പുറമെ നമ്മൾ ബോഡിയിലേക്ക് ആഡ് ചെയ്യുന്ന മറ്റ് കെമിക്കൽ സബ്സ്റ്റൻസുകൾ, ആ കെമിക്കൽ സബ്സ്റ്റൻസുകൾ ബോഡിക്ക് എന്തുമാത്രം പ്രതിരോധ ശേഷി കൊടുക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോഴത്തേക്കും ഈ ചാപ്റ്റർ തീർന്നു. നമ്മളെ ഈ ഒരു കാലത്ത് വളരെയധികം പ്രയോജനം അല്ലെങ്കിൽ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഈ ഒരു കാലത്തെക്കുറിച്ച്, ഈ കാലത്തെ കണ്ടീഷനെ കുറിച്ച് വളരെയധികം അറിവ് നൽകുന്ന ഒരു ചാപ്റ്ററാണ് എന്ന് പറയുന്നത് ഈ സോൾജിയേഴ്സ് ഓഫ് ഡിഫൻസ് എന്ന് പറയും. അപ്പോൾ ആ ചാപ്റ്റർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് തരത്തിലുള്ള കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് ആ ചാപ്റ്ററിൻ്റെ ഉള്ളിലേക്ക് കല്ലുണ്ട്. ഒന്ന് നോൺ സ്പെസിഫിക് ഡിഫൻസും അതുപോലെ തന്നെ സ്പെസിഫിക് ഡിഫൻസും. അപ്പോൾ ഈ രണ്ടും, അല്ലെങ്കിൽ നോൺ സ്പെസിഫിക് ഡിഫൻസും സ്പെസിഫിക് ഡിഫൻസും ചേർന്നിട്ടാണ് നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂണിറ്റി ഉണ്ടാകുന്നത് അല്ലെങ്കിൽ പ്രതിരോധം ഉണ്ടാകുന്നത്. അപ്പോൾ അതിലേക്ക് വരാം. എന്താണ് ഇമ്മ്യൂണിറ്റി? ആ ചാപ്റ്ററിൽ ആദ്യമായിട്ട് നിങ്ങൾ ആ ചാപ്റ്റർ എടുത്ത് നോക്കുമ്പോൾ ഈ ഒരു ഭാഗം കാണാൻ പറ്റും. ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന പ്രതിരോധ ശേഷി അല്ലെങ്കിൽ പ്രതിരോധ പ്രവർത്തനം, പ്രതിരോധം, അതായത് നമ്മുടെ ബോഡിയിലേക്ക്. അപ്പോൾ ഇമ്മ്യൂണിറ്റി ഈസ് ദ എബിലിറ്റി ടു റെസിസ്റ്റ് ജേംസ്, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുന്നു, ജേംസിനെ അല്ലെങ്കിൽ രോഗാണുക്കളെ പ്രതിരോധിക്കാനുള്ള കഴിവ്. അതായത് ഒന്നുകിൽ രോഗാണുക്കൾ എന്ത് ചെയ്യുന്നു, ഉള്ളിലേക്ക് കയറാതെയോ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യാതെയോ, അല്ലെങ്കിൽ ബോഡിയിലേക്ക് എൻ്റർ ചെയ്ത രോഗാണുക്കളെ എന്ത് ചെയ്യുന്നുണ്ട്, നശിപ്പിക്കുക അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യിപ്പിക്കുകയോ ചെയ്യുവാനുള്ള, അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യിപ്പിക്കുക അതിനുള്ള കഴിവാണ് എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി എന്ന് പറയും, അല്ലേ? അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ബോഡിയിലേക്ക് എന്ത് ചെയ്യുന്നു, ഇതൊരു ഹ്യൂമൻ ബോഡി എന്ന് വിചാരിക്കുക, കൺസിഡർ ചെയ്യുക, ഒരു ബോഡി. ആ ബോഡിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ രോഗാണുക്കൾ എന്ന് പറയുന്നത് പലതരത്തിലാണ്. കഴിഞ്ഞ 4ാമത്തെ ചാപ്റ്ററിലുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുന്നു, വൈറസ് ഉണ്ട്, ബാക്ടീരിയ ഉണ്ട്, പ്രോട്ടോസോവൻസ് ഉണ്ട്, അല്ലേ? ഫംഗസ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു രോഗാണു നമ്മുടെ ബോഡിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അത് അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന, കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ടാക്കുന്നവയാണ്, അതായത് പകരുന്ന ഡിസീസ് ഉണ്ടാക്കുന്നവയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള രോഗാണുക്കൾ വന്നു കഴിഞ്ഞാൽ ആ രോഗാണുക്കളിൽ നിന്നും ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുക. ഒരുപക്ഷെ രോഗാണു എന്ത് ചെയ്യുന്നുണ്ട്, ആ ബോഡിയിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവയെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ട്രോയ് ചെയ്യിപ്പിക്കാം. ബോഡിയിൽ അവയുടെ റീപ്രൊഡക്ഷൻ നടക്കാതെ, അവരുടെ മൾട്ടിപ്ലിക്കേഷൻ നടക്കാതെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ബോഡിയെ സംരക്ഷിച്ച് നിർത്തുക, അവയോട് പ്രതികരിക്കുക, അവയോട് എന്ത് ചെയ്യുന്നു, ഡിഫെൻസ് ചെയ്ത് നിൽക്കുക. അതിനുള്ള എബിലിറ്റി, അതിനുള്ള കഴിവാണ്, ബോഡിക്കുള്ള കഴിവാണ് എന്തെന്ന് പറയുന്നത് പ്രതിരോധ ശേഷി എന്ന് പറയുന്നത്, ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഇമ്മ്യൂണിറ്റി രണ്ട് തരത്തിലാണ്. ഒന്ന് എന്ന് പറയുന്നത് നോൺ സ്പെസിഫിക് ഡിഫൻസ്. നോൺ സ്പെസിഫിക് ഡിഫൻസ്. അടുത്തത് സ്പെസിഫിക് ഡിഫൻസ്, അല്ലേ?
നോൺ സ്പെസിഫിക് ഡിഫൻസ് എന്ന് പറയുന്നത് പൊതുവായ പ്രതിരോധം. സ്പെസിഫിക് ഡിഫൻസ് എന്ന് പറയുന്നത് പ്രത്യേക പ്രതിരോധം. അപ്പൊ ഇങ്ങനെ രണ്ട് തരത്തിൽ ആ പേരുകളിൽ നിന്ന് തന്നെ ഉണ്ട് അല്ലേ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? നോൺ സ്പെസിഫിക് ഡിഫൻസും സ്പെസിഫിക് ഡിഫൻസും അല്ലേ. അപ്പോൾ നോൺ സ്പെസിഫിക് ഡിഫൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പൊതുവായ പ്രതിരോധം. അതുപോലെ തന്നെ അതായത് ഇമ്മ്യൂണിറ്റി മേ ബി ഡിവൈഡ് ഇൻടു ടു ടൈപ്സ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നോൺ സ്പെസിഫിക് ഡിഫൻസ് ഓർ ഡിഫൻസ് മേ ബി ഡിവൈഡ് ഇൻ ടു ടൈപ്സ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നോൺ സ്പെസിഫിക് ഡിഫൻസ് ആൻഡ് സ്പെസിഫിക് ഡിഫൻസ്. അതിൽ നോൺ സ്പെസിഫിക് എന്ന് പറയുന്ന അല്ലെങ്കിൽ പൊതുവായ പ്രതിരോധം എന്ന് പറയുന്നത് ബോഡിയിൽ ആൾറെഡി ഇത്തരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ ജേംസ് ഉള്ളിലേക്ക് കടക്കാതെ തടയുന്ന കുറേ സംവിധാനങ്ങളുണ്ട്, കുറേ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പം അതിനെക്കുറിച്ചാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഓക്കെ, അതിലെ നോൺ സ്പെസിഫിക് അല്ലേ, അതാണ് നമുക്കിനി പഠിക്കാനുള്ളത്. നോൺ സ്പെസിഫിക് ഡിഫൻസ്. അതിൽ ഒന്നാമത്തെന്ന് പറയുന്നത് സ്കിന്ന് അല്ലേ. നമ്മുടെ ത്വക്കില് കെരാറ്റിൻ എന്ന് പറയുന്ന ലെയർ ഉണ്ട്. കെരാറ്റിൻ അല്ലേ, വളരെ കട്ടിയുള്ള ഒരു ലെയറാണ് എന്ന് പറയുന്നത് സ്കിന്നിലെ കെരാറ്റിൻ ലെയർ. അത് ജേംസുകളൊക്കെ അല്ലെങ്കിൽ മൈക്രോ ഓർഗാൻസ് ഒക്കെ ഉള്ളിലേക്ക് കിടക്കുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? റെസിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മുടെ ബോഡിയിലുള്ള സ്കിന്നിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മൾട്ടി ലെയറാണ്. അപ്പോൾ അവയിൽ എന്ത് ചെയ്യുന്നത്? സെബേഷ്യസ് ഗ്ലാൻഡ്സ് ഉണ്ട്. അപ്പോൾ ആ സെബേഷ്യസ് ഗ്ലാൻഡ്സ് ഉൽപ്പാദിപ്പിക്കുന്ന എന്ത് ചെയ്യുന്ന സെബം, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ആ സ്കിന്നിലുള്ള അസിഡിക് നാച്ചർ, ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എന്ത് രോഗാണുക്കൾ ഒരു പരിധി വരെ എന്ത് ചെയ്യുന്നുണ്ട്? സ്കിന്ന് ഇതിങ്ങനെയുള്ള സംവിധാനത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? തടഞ്ഞു നിർത്തുന്നുണ്ട്. അപ്പോൾ സ്കിൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു പ്രൊട്ടക്റ്റീവ് ലെയറാണ്. ഓക്കെ, സ്കിന്നിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. സ്കിൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലുള്ള ലാർജ് ഓർഗനാണ്, ഏറ്റവും വലിയ അവയവമാണ് എന്ന് പറയുന്നത് സ്കിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്ത് മൾട്ടി ലെയർഡാണ്, അതുപോലെ പ്രൊട്ടക്റ്റീവ് ലെയറാണ്, അതുപോലെ സെൻസ് ഓർഗനാണ്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനുണ്ട്, ഒരുപാട് പ്രത്യേകതകൾ സ്കിന്നിനുണ്ട്. അപ്പോൾ ഇതിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ ഉള്ള സ്കിന്നില് എന്തുണ്ട്? ഒരു ലെയർ ഉണ്ട്. ആ ലെയറിനെ പറയുന്ന പേരാണ് എന്തോന്നോ? കെരാറ്റിൻ. ആ കെരാറ്റിൻ എന്ത് ചെയ്യുന്നുണ്ട്? വളരെ കട്ടിയുള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ രോഗാണുക്കളെ തടഞ്ഞു നിർത്താൻ വളരെയധികം സഹായിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ കെരാറ്റിൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീനാണ്. അപ്പോൾ പ്രോട്ടീൻ ലെയറാണ്. കെരാറ്റിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ്. അത് എന്ത് ചെയ്യുന്നുണ്ട്? ത്വക്കിലൂടെ പ്രവേശിക്കാൻ സാധ്യതയുള്ള രോഗാണുക്കളെ എന്ത് ചെയ്യുന്നുണ്ട്? തടഞ്ഞ് നിർത്തുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? സെബേഷ്യസ് ഗ്രന്ഥികൾ അല്ലെങ്കിൽ സെബേഷ്യസ് ഗ്ലാൻഡ്സ് ഉൽപ്പാദിപ്പിക്കുന്ന സെബം, അതുപോലെ തന്നെ മറ്റ് ആസിഡിക് നാച്ചർ അല്ലേ, ത്വക്കിലെ ആസിഡുകളൊക്കെ എന്ത് ചെയ്യുന്നു? രോഗാണുക്കളെ പ്രതിരോധിക്കാൻ വേണ്ടി വളരെയധികം സഹായിക്കുന്നുണ്ട്. ഓക്കെ, അത് ഒന്നായി. ഇനിയും നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? നോൺ സ്പെസിഫിക് ഡിഫൻസിൽ വരുന്ന ഭാഗമുണ്ട്. അതായത് നോൺ സ്പെസിഫിക് എന്ന് പറയുന്നത് ഇപ്പം മനസ്സിലായി. അതായത് രോഗാണുക്കളെ അവയുടെ എന്ത് ചെയ്യുന്നു? നാച്ചർ അനുസരിച്ച്, പ്രത്യേകത അനുസരിച്ച് തരം തിരിക്കാതെ എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ രോഗാണുക്കളെ ഒരുപോലെ കണ്ട് പ്രതിരോധിക്കുക എന്നുള്ളതാണ് അല്ലേ. അവയുടെ ഫീച്ചേഴ്സോ ഒന്നും നോക്കാതെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഏത് രോഗാണു വന്നാലും അതിനെ പ്രതിരോധിക്കുക അല്ലേ. അപ്പൊ അതെന്തായിരിക്കും? നോൺ സ്പെസിഫിക് ഡിഫൻസ് അല്ലെങ്കിൽ പൊതുവായ പ്രതിരോധമായിരിക്കും. അത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ സ്റ്റൊമക്ക് എടുത്തു കഴിഞ്ഞാൽ സ്റ്റൊമക്കിൽ HCl, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ മ്യൂക്കസ് മെംബ്രൈൻ, നമ്മുടെ ബോഡിയിലുള്ള മ്യൂക്കസ് മെംബ്രൈൻ അല്ലേ. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്ന ടിയർ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ടിയർ, അതിലുള്ള ലൈസോസൈം, സലൈവയിലുള്ള ലൈസോസൈം, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പരിധിവരെയൊക്കെ രോഗാണുക്കളെ നശിപ്പിക്കാൻ വളരെയധികം സഹായിക്കുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നോൺ സ്പെസിഫിക് ഡിഫൻസിലാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അടുത്തതെന്ന് പറയുന്നത് എന്തായിരിക്കും? സ്പെസിഫിക് ഡിഫൻസ്. ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഓരോരോ ഭാഗങ്ങളായിട്ട് ഞാൻ പറഞ്ഞതാണ്. ഇനി അടുത്ത ഭാഗം എന്ന് പറയുന്നത് സ്പെസിഫിക് ഡിഫൻസ് എന്ന് പറയുന്ന ഭാഗമാണ്. പ്രത്യേക പ്രതിരോധം. നമ്മുടെ ബോഡിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? രോഗാണുക്കൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ
എന്ത് ചെയ്യുന്നുണ്ട്, ഉടൻ തന്നെ എന്ത് ചെയ്യുന്ന നമ്മുടെ ബോഡിയിലുള്ള ലിംഫോസൈറ്റുകൾ ആ രോഗാണുക്കളുടെ നാച്ചർ അല്ലെങ്കിൽ പ്രത്യേകത അനുസരിച്ച് പ്രതിരോധിക്കാൻ ശ്രമിക്കും. അപ്പോൾ ലിംഫോസൈറ്റുകളുടെ പ്രത്യേകത അല്ലെങ്കിൽ ലിംഫോസൈറ്റുകളുടെ പ്രവർത്തനത്താൽ അല്ലെങ്കിൽ ലിംഫോസൈറ്റുകളുടെ ഹെൽപ്പ് കൊണ്ട് അല്ലെങ്കിൽ സഹായത്താൽ രോഗാണുക്കളെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാനോ സഹായിക്കുന്നുണ്ട് എങ്കിൽ അത് സ്പെസിഫിക് ഡിഫൻസ് ആണ്, പ്രത്യേക പ്രതിരോധമാണ്. മനസ്സിലായോ? ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നോക്കി വെച്ചിരിക്കുക. ഇനി അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. ഇനി അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഈ നോൺ സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പൊതുവായ പ്രതിരോധ സംവിധാനത്തിൽ തന്നെ 2 രീതിയിലുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞത് ഇമ്മ്യൂണിറ്റി എന്താണെന്ന് പറഞ്ഞു അല്ലേ. ഒന്നാമത്തെ കാര്യം ഇമ്മ്യൂണിറ്റി പറഞ്ഞു, അതുപോലെ തന്നെ നോൺ സ്പെസിഫിക് പറഞ്ഞു, പിന്നെ സ്പെസിഫിക് എന്താണെന്ന് പറഞ്ഞു അല്ലേ. ഇനി ഈ നോൺ സ്പെസിഫിക് തന്നെ വീണ്ടും 2 രീതിയിലാണ് ജേംസിനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നത്. അതിൽ ഒന്ന് പ്രൈമറി ഡിഫൻസ് അല്ലെങ്കിൽ ഡിഫൻസ് ലെവൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൈമറി ടൈപ്പ് അല്ലെങ്കിൽ പ്രാഥമികമായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു, രോഗാണുക്കളെ നശിപ്പിക്കുന്ന രീതി. അതായത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ശരീരത്തിലുള്ള ഘടനയുടെ അടിസ്ഥാനത്തിൽ രോഗാണുക്കളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രതിരോധിക്കാൻ പറ്റും. അതെന്ത് പ്രൈമറിയാണ്. നമ്മൾ പറഞ്ഞു നിർത്തിയ ഭാഗങ്ങളല്ല, അല്ലെങ്കിൽ കെരാറ്റിൻ ലെയർ ആയാലും, അതുപോലെ തന്നെ സ്റ്റൊമക്കിലെ HCl ആയാലും, സലൈവയിലെ ലൈസോസോം ആയാലും, അതുപോലെ തന്നെ ഇത് ടിയർ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ടിയറിലെ അല്ലെങ്കിൽ കണ്ണുനീരിലെ ലൈസോസൈം ആയാലും, ഇതൊക്കെ എന്താണ് ഈ പ്രൈമറി ലെവൽ ആയിട്ടുള്ള ഡിഫൻസ് ആണ്. ഏതിലെ? നോൺ സ്പെസിഫിക്കില്. എന്നാൽ അതിൻ്റെ സെക്കൻഡറി ലെവലുണ്ട്. ആ സെക്കൻഡറി ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്കൂളിലായാലും ട്യൂട്ടോറിയലായാലും എന്ത് ചെയ്യുന്നുണ്ട്, സാറന്മാരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലോ അല്ല എങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ എന്തെങ്കിലും ചെറിയ തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്, ടീച്ചർ നമ്മൾ അതിനെ തിരുത്താൻ ശ്രമിക്കും അല്ലേ. ആ തിരുത്തുന്നത് ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയൊരു ശിക്ഷാ നടപടിയിലൂടെ ആയിരിക്കും അല്ലെങ്കിൽ പറഞ്ഞു തിരുത്താറുണ്ട്. എന്തായാലും ആ ശിക്ഷാ നടപടി എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയൊരു വടിയെടുത്ത് എന്ത് ചെയ്യും, ചെറുതായിട്ട് ഒന്ന് നമ്മളെ തല്ലുകയാണ് എങ്കിൽ, അടിക്കുകയാണ് എങ്കിൽ ആ കയ്യിൽ എന്ത് ചെയ്യുന്നുണ്ട്, അടി കൊണ്ട് കഴിഞ്ഞാൽ ആ ഭാഗം ഒന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അടി കൊണ്ട ഭാഗം ചെറുതായിട്ടൊന്ന് വീങ്ങി കാണപ്പെടും അല്ലെ. അങ്ങനെ വീങ്ങുന്നത് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രതിരോധ സംവിധാനമാണ്. നോൺ സ്പെസിഫിക് ഡിഫൻസിലെ സെക്കൻഡറി ലെവലായിട്ടുള്ള ഡിഫൻസ് ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഈ വീങ്ങൽ പ്രതികരണം അല്ല എങ്കിൽ എന്ന് പറയുന്നത് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്. ടെക്സ്റ്റിലെല്ലാം ഇത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് നല്ലവണ്ണം വായിച്ചു നോക്കാം. ഇത് സെക്കൻഡ് പാർട്ടിലുള്ളതാണെന്ന് നോട്ടെ. രണ്ടാമത്തെ പാർട്ട്, ടെക്സ്റ്റിൻ്റെ രണ്ടാമത്തെ, ഫസ്റ്റ് പാർട്ട് 4 ചാപ്റ്റർ ആണെന്ന് തോന്നുന്നു. രണ്ടാമത്തെ പാർട്ട് ആണ് ഈ 5th ചാപ്റ്റർ തുടങ്ങുന്നത്. എന്തായാലും അത് ടെക്സ്റ്റ് കിട്ടിയ ഉടനെ നിങ്ങൾ നല്ലവണ്ണം വായിച്ചു നോക്കുക. ക്ലാസ്സിൽ കേൾക്കുന്ന കാര്യങ്ങൾ അതുപോലെ അത് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുക അല്ലേ. അപ്പൊ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് അല്ലേ, അതായത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ അടി കൊണ്ട ഭാഗത്ത് നമ്മുടെ മുറിവോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന വീങ്ങലൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതിന് കാരണമെന്ന് പറയുന്നത് അവിടെ ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ കെമിക്കൽ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ രോഗാണുബാധ ഉണ്ടായി കഴിഞ്ഞാൽ അവയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ആ കെമിക്കൽ സബ്സ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ആ ബ്ലഡ് വെസലിനെ ഡൈലേറ്റ് ചെയ്യും അല്ലെങ്കിൽ ബ്ലഡ് വെസൽ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ അതിൻ്റെ വീതി കൂടും. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവിടേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലഡ് റഷ് ചെയ്തെത്തും അല്ലെങ്കിൽ പെട്ടെന്ന് ഓടിയെത്തും. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ അവിടെ വീങ്ങലായിട്ട് നമ്മൾ അറിയാൻ പറ്റുന്നത്. അപ്പോൾ അതിലൂടെ ആ പെട്ടെന്ന് ഓടിയെത്തുന്ന രക്തത്തിലുള്ള എന്ത് ചെയ്യുന്നുണ്ട്, ഈ WBCകൾ രോഗാണുക്കളെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രതിരോധിക്കാൻ ശ്രമിക്കും. ലിംഫോസൈറ്റുകളായാലും മോണോസൈറ്റുകളായാലും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ന്യൂട്രോഫില്, പ്രധാനമായിട്ടും മോണോസൈറ്റും ന്യൂട്രോഫിലും ഒക്കെയാണ് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അവ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കാൻ വേണ്ടി അവിടെ ഓടിയെത്തുകയും എന്ത് ചെയ്യുന്നുണ്ട്, ആ വീങ്ങൽ പ്രതികരണം ഉണ്ടാവുകയും ചെയ്യുന്നു. അതാണ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന് പറയും. ഓക്കെ, മനസ്സിലാക്കി വെച്ചിരിക്കുക. അടി കൊണ്ട ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ആ ബ്ലഡ് എന്ത് ചെയ്യുന്നുണ്ട്, ബോഡി എത്തുന്നുണ്ട്, എന്ത് ചെയ്യുന്നുണ്ട്, ആ ഭാഗത്തുള്ള ഈ ബ്ലഡ് വെസൽസ് എന്ത് ചെയ്യുന്നുണ്ട്, ഡൈലേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഡൈലേറ്റ് ചെയ്ത ഭാഗത്ത് ആണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, വീങ്ങിയതായിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നമ്മൾ ഒരു കാര്യം പറഞ്ഞു, WBC എന്ന് പറയുന്ന ബ്ലഡ് സെല്ലിൻ്റെ കാര്യം അല്ലേ. അതിൽ നമ്മൾ മെൻഷൻ ചെയ്ത ഒരു കാര്യം WBC എന്ന് പറയുന്നത് അതിൻ്റെ ഘടകങ്ങൾ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫീച്ചേഴ്സ് അനുസരിച്ച് വീണ്ടും അതിനെ ഘടകങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, ന്യൂട്രോഫിൽ,
അതുപോലെ തന്നെ മോണോസൈറ്റ്, ലിംഫോസൈറ്റ്, ബാസോഫിൽ, ഈസിനോഫിൽ. ഏതൊക്കെയാണ്? ന്യൂട്രോഫിൽ, മോണോസൈറ്റ്, അതുപോലെ തന്നെ ബാസോഫിൽ, ലിംഫോസൈറ്റ്, ഈസിനോഫിൽ. ഇങ്ങനെയാണ് അതിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട് ഓരോ ഘടകങ്ങളായിട്ട് പേര് കൊടുത്തിരിക്കുന്നത് അല്ലേ. അതിൽ എന്ത് ചെയ്യുന്നുണ്ട് ഈ മോണോസൈറ്റ് ആണെന്ന് പറയുന്നത്, മോണോസൈറ്റും ന്യൂട്രോഫിലും ഒക്കെ ആണെന്ന് പറയുന്നത് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കാൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. ലിംഫോസൈറ്റ് എന്ന് പറയുന്നത് സ്പെസിഫിക് ഡിഫൻസിൽ വരുന്നതാണ്, ആന്റിബോഡീസുകളെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യും, ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കാം. സാലൈൻ പ്രോസസ് ഓഫ് ബാക്ടീരിയ, അല്ലെങ്കിൽ ആ ബാക്ടീരിയയുടെ വിഴുങ്ങൽ പ്രോസസ്സ് അല്ലേ. അപ്പൊ എന്ത് ചെയ്യുന്നു, ആ ബാക്ടീരിയയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വിഴുങ്ങി നശിപ്പിക്കുക. അല്ലെങ്കിൽ സാലൈൻ ഡീഗ്ലൂട്ടീഷൻ എന്നൊക്കെ നമ്മൾ ഡൈജഷനിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സാലോയിങ്, ഫാഗോസൈറ്റോസിസ് എന്നാണ് ആ പേര്, ഫാഗോസൈറ്റോസിസ് അല്ലേ. അപ്പോൾ ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ രോഗാണുവിനെ എന്ത് ചെയ്യുക, എൻഗൾഫ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ന്യൂട്രോഫിലാണ്. പിന്നെ ബാസോഫിൽ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ആൾറെഡി ബാസോഫിൽ ഒരു ആന്റി കൊയാഗുലന്റിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ടെക്സ്റ്റിൽ പറയുന്നില്ല. അതിൻ്റെ പേര് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, ഹെപ്പാരിൻ എന്നാണ്, ഹെപ്പാരിൻ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നു, ബാസോഫിൽ ചെയ്യുന്നത് മറ്റ് WBCകളെ, ബാസോഫിൽ ഒഴിച്ചുള്ള ന്യൂട്രോഫിൽ ആയാലും മോണോസൈറ്റ് ആയാലും ലിംഫോസൈറ്റ് ഇതിനെയൊക്കെ എന്ത് സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, രക്തക്കുഴലുകളെ അല്ലെങ്കിൽ ബ്ലഡ് വെസൽസിനെ ഡൈലേറ്റ് ചെയ്യിപ്പിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്, ഈ ബാസോഫിൽ. അപ്പോൾ WBCയുടെ ഘടകങ്ങൾ, WBC ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ WBC ടൈപ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, ന്യൂട്രോഫിൽ, മോണോസൈറ്റ്, ബാസോഫിൽ, ഈസിനോഫിൽ, ലിംഫോസൈറ്റ് ആൻഡ് അതുപോലെ തന്നെ മോണോസൈറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചിരിക്കാം. അതുപോലെ തന്നെ ഈസിനോഫിൽ അലർജി രോഗങ്ങളെ നശിപ്പിക്കുന്നതൊക്കെ ഏതാണ്, ഈസിനോഫിലാണ്. അലർജി വരാതെയൊക്കെ നോക്കുന്നത് ഈസിനോഫിലാണ്. ഇതിൻ്റെ കൂടുതലായാലും കുറവായാലും വീണ്ടും അലർജി ഉണ്ടാവും. അപ്പോൾ ഒരു പരിധി വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് നോർമൽ ലെവലായിരുന്നാൽ അലർജി ഒന്നും ഉണ്ടാകത്തില്ല അല്ലേ. അതുപോലെ തന്നെ എന്ത് ചെയ്യും, മോണോസൈറ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫാഗോസൈറ്റോസിസ് നാച്ചർ തന്നെയാണുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഓരോ കാര്യങ്ങൾ ലിങ്ക് ചെയ്താണ് പോകുന്നത് അല്ലേ. നമ്മൾ ഇമ്മ്യൂണിറ്റി പറഞ്ഞു, ഇമ്മ്യൂണിറ്റി പറയുമ്പോഴത്തേക്കും നോൺ സ്പെസിഫിക്, സ്പെസിഫിക് പറഞ്ഞു. അതുപോലെ തന്നെ നോൺ സ്പെസിഫിക് പറയുമ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്, 2 സ്റ്റേജസ് ആയിട്ടാണ്, പ്രൈമറിയും അതുപോലെ തന്നെ സെക്കൻഡറി ലെവലും. അതുപോലെ തന്നെ അടുത്തതെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്. ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് പറയുമ്പോഴത്തേക്കും WBC പറയണം. WBC പറഞ്ഞു കഴിഞ്ഞാൽ മോണോസൈറ്റും ലിംഫോസൈറ്റും ഒക്കെ പറയുമ്പോഴത്തേക്കും ആ മോണോസൈറ്റിലെ ഫാഗോസൈറ്റോസിസ് നാച്ചർ പറയും. അപ്പോൾ ലിങ്ക് ചെയ്താണ് നമുക്ക് ഈ പാഠം, അത് ഏത് പാഠമായെന്ന് അങ്ങനെ തന്നെയാണ്, ബന്ധപ്പെടുത്തി പഠിക്കണം. ഓരോ കാര്യങ്ങളും ഒന്ന് അവസാനിക്കുന്ന അടുത്ത് നിന്ന് അടുത്ത തുടങ്ങണം. ഓക്കെ, അപ്പൊ മോണോസൈറ്റ് പറഞ്ഞു നിർത്തിയപ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മോണോസൈറ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫാഗോസൈറ്റോസിസ് നാച്ചർ ആണ് അല്ലേ. അപ്പൊ അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഫാഗോസൈറ്റോസിസ് ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, ആ ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. ഫാഗോസൈറ്റോസിസ്. ഓക്കെ, അത് ഉദ്ദേശിക്കുന്നത് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുക എന്ന് പറയുന്നത്, രോഗാണുക്കളെ ആ സെല്ലിനകത്തേക്ക് കിടക്കുക അല്ലേ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫാഗോ മീൻസ് വിഴുങ്ങൽ അല്ലേ. അപ്പൊ സൈറ്റ് മീൻസ് കോശം, അതറിയാം. ഫാഗോ എന്ന് പറഞ്ഞാൽ എന്താണ്, വിഴുങ്ങൽ അല്ലേ, വിഴുങ്ങൽ എന്നാണ് അല്ലേ. അപ്പൊ സൈറ്റ് എന്ന് പറയുന്നത് സെൽ അല്ലേ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സെല്ലുകൾ എന്ത് ചെയ്യുന്നുണ്ട്, രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു, ഫാഗോസൈറ്റോസിസ്. അതാണ് നമുക്കിനി പഠിക്കാനുള്ളത്. അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. ഫാഗോസൈറ്റോസിസ്. ഫാഗോസൈറ്റോസിസ് അല്ലേ. അതായത് ഇതൊരു സെല്ല് നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത് നല്ല പിക്ചർ വരച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഫാഗോസെൽ ഇതൊരു സെല്ലിൻ്റെ ക്രോസ് സെക്ഷൻ, അതിൻ്റെ ആ ഒരു ഭാഗം CS മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ ന്യൂക്ലിയസ് മറ്റേ സെൽ ഓർഗൻസ് ആയി കാണപ്പെടും. അതിൽ നമ്മൾ കൊച്ചു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്, ഒരു സെല്ലിനകത്തേക്ക് ഫോറിൻ മാറ്റേഴ്സ് എന്തെങ്കിലും കടന്നു കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യും, നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിലൊരു സെൽ ഓർഗനുണ്ട്. അതിനെ പറയുന്ന പേര് ലൈസോസോം. എന്താണ്, ലൈസോസോം എന്ന് പറയുന്ന സെൽ ഓർഗൻ.
അപ്പൊ ആ ലൈസോസോമിനകത്തുള്ള ലൈസോസൈം എന്ന് പറയുന്ന എൻസൈം ഈ രോഗാണുക്കളെ എന്ത് ചെയ്യുന്നുണ്ട്, നശിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെ ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ആ പ്രവർത്തനം അവിടെ വെച്ച് തീർന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് സ്വന്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ ബോഡിയുടെ ആ സെല്ലിന്റെ മെംബ്രെയിനിലെ ഭാഗത്തേക്ക് വരികയും അതെന്ത് ചെയ്യുന്നുണ്ട്, ഉള്ളിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ടെക്സ്റ്റിൽ വളരെ വൃത്തിയായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത ഭാഗം എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലഡ് ക്ലോട്ടിംഗ് ആണ്, രക്തം കട്ടപിടിക്കൽ പ്രവർത്തനം അല്ലേ. അതായത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ നോൺ സ്പെസിഫിക് ആയിട്ടുള്ള ഡിഫൻസിൽ വരുന്നതാണ് അല്ലേ. ആ നോൺ സ്പെസിഫിക് ആയിട്ടുള്ള ഡിഫൻസിൽ വരുന്നതാണ്. അതിൽ പ്രൈമറി ലെവൽ പഠിച്ച സെക്കൻഡറി ലെവലിലുള്ള കാര്യങ്ങളാണ് പഠിച്ചത്. ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്, അതുപോലെ ഫാഗോസൈറ്റോസിസ്, അതുപോലെ നോൺ സ്പെസിഫിക്കിലുള്ള അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഏതാണ്, ബ്ലഡ് ക്ലോട്ടിംഗ്, രക്തം കട്ടപിടിക്കൽ. ആ രക്തം കട്ടപിടിക്കൽ എന്ന് പറയുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് രക്തത്തിന്റെ പ്രത്യേകത നമുക്ക് അറിയാം. ഏതാ, ഫ്ലൂയിഡ് ടൈപ്പ് കണക്റ്റീവ് ടിഷ്യൂ ആണ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് എന്ന് പറയും. ആ ബ്ലഡിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ ഏകദേശം എന്ത് ചെയ്യുന്നുണ്ട് 55% അല്ലേ, 55% പ്ലാസ്മയും അതുപോലെ തന്നെ ബാക്കി 45% അതിന്റെ ഫോംഡ് എലമെന്റ്സ് ആണ് അല്ലെങ്കിൽ ബ്ലഡ് സെല്ലുകളാണ് അല്ലേ. ഇത്രയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ആ ബ്ലഡ് സെല്ലുകളിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, WBC ഉണ്ട്, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, RBC ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ പ്ലേറ്റ്ലെറ്റുകളുണ്ട്. ഈ WBCയും RBCയും അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റുകളും ഒക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ പ്ലാസ്മയിലുള്ള പ്രോട്ടീനുകളുണ്ട്. ആ പ്ലാസ്മയിലെ പ്രോട്ടീൻ എന്ന് പറയുന്ന ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ഈ പ്ലാസ്മയിലെ ഒരു പ്രോട്ടീനായ ഫൈബ്രിനോജനും ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്നുണ്ട്. കൂടാതെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ബ്ലഡ് സെല്ലുണ്ട്, പ്ലേറ്റ്ലെറ്റ്, അതും ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് അല്ലേ. അപ്പം രക്തം കട്ടപിടിക്കൽ അല്ലെങ്കിൽ എന്താ പറയുന്നത്, ബ്ലഡ് ക്ലോട്ടിംഗ് അല്ലേ, ബ്ലഡ് ക്ലോട്ടിംഗ് അല്ലെങ്കിൽ എന്താ പറയുന്നത്, കൊയാഗുലേഷൻ, കൊയാഗുലേഷൻ അല്ലേ. അപ്പോൾ കൊയാഗുലേഷൻ അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് പറയുന്നത് 2 ഫാക്ടേഴ്സ് പ്രധാനമായിട്ടും വേണം. ഏതൊക്കെയാണ്, പ്ലേറ്റ്ലെറ്റ് വേണം അല്ലേ, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഫൈബ്രിനോജൻ അല്ലേ, അതായത് എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലഡ് പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജനും വേണം അല്ലേ. അപ്പോൾ പ്ലേറ്റ്ലെറ്റ് അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഫൈബ്രിനോജൻ. ഇനി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മിനറൽ വേണം. ആ മിനറലിന്റെ പേര് കാൽസ്യം അല്ലേ. അതുപോലെ തന്നെ ഒരു വിറ്റമിൻ വേണം, വിറ്റമിൻ K അല്ലേ. അപ്പൊ ഇത്രയും ഘടകങ്ങൾ വേണം. ഇത് മാത്രം പോരാ, ഒരു എൻസൈമും വേണം. ആ എൻസൈമിന്റെ പേര് ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറയുന്ന എൻസൈമാണ്. ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറയുന്ന എൻസൈമും കൂടെ വേണം അല്ലേ. അപ്പൊ ഇത്രയും ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഭാഗം ഒന്ന് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, ത്രോംബോപ്ലാസ്റ്റിൻ. അപ്പൊ ഇത് വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ആ പ്രോസസ്സ് നടക്കണമെന്ന് നോക്കാം. അതായത് ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവുണ്ടായി കഴിഞ്ഞാൽ അല്ലേ, ശരീരത്തിൽ എവിടെ, ഇതൊരു വൂണ്ടാണെന്നോ, ഒരു മുറിവ്, ആ മുറിവിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, രക്തം പുറത്തേക്ക് വരും അല്ലേ. ആ രക്തത്തിൽ എന്തുണ്ടായിരിക്കും, പ്ലേറ്റ്ലെറ്റുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ആ പ്ലേറ്റ്ലെറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, എയറിന്റെ പ്രസൻസിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്, എൻസൈം, അതിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഒരു എൻസൈം ക്രിയേറ്റ് ചെയ്യും. ആ എൻസൈമിന്റെ പേര് ത്രോംബോപ്ലാസ്റ്റിൻ. എന്താണ്, ത്രോംബോപ്ലാസ്റ്റിൻ. ആ ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറയുന്ന എൻസൈം ക്രിയേറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ മുറിവുണ്ടായാൽ അതിലൂടെ എന്ത് ചെയ്യുന്നു, രക്തം പുറത്തു വരും. രക്തത്തിലുള്ള പ്ലേറ്റ്ലെറ്റുകൾ എയറിന്റെ പ്രസൻസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡിവൈഡ് ആവും. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെയുള്ള ടിഷ്യൂസ് എന്ത് ചെയ്യുന്നുണ്ട്, ഡീജനറേറ്റ് ചെയ്ത് അവിടെ എന്ത് ചെയ്യുന്നു, ത്രോംബോപ്ലാസ്റ്റ് എന്ന് പറയുന്ന എൻസൈം ഉണ്ടാകും അല്ലേ. ആ എൻസൈം എന്ത് ചെയ്യുന്നുണ്ട്, പ്ലാസ്മയിലെ പ്രോത്രോംബിൻ എന്ന് പറയുന്ന പ്രോട്ടീനെ ത്രോംബിനാക്കി മാറ്റും. ഈ എൻസൈമുകൾ ബ്ലഡ് പ്ലാസ്മയിലെ പ്രോത്രോംബിനെ ത്രോംബിനാക്കി കൺവേർട്ട് ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്, അത് അതിലെ നിലനിർത്തും. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ബോഡിയിലെ എവിടെയെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, മുറിവുണ്ടായി കഴിഞ്ഞാൽ ആ ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പ്ലേറ്റ്ലെറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, എയറിന്റെ പ്രസൻസിൽ വരും. ആ പ്ലേറ്റ്ലെറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിവൈഡ് ചെയ്യും. ആസ് എ റിസൾട്ട് an enzyme is produced that is called a thromboplastin
അല്ലേ? ദിസ് ത്രോംബോപ്ലാസ്റ്റിൻ കൺവേർട്ടഡ് ഇൻടു ത്രോംബിൻ ബൈ ദ ഹെൽപ്പ് ഓഫ് പ്രോത്രോംബിൻ ഇൻ പ്ലാസ്മ. അല്ലേ? പ്ലാസ്മയിലുള്ള പ്രോത്രോംബിന്റെ സഹായത്താൽ ഇത് ത്രോംബിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അല്ലേ? അപ്പൊ ഈ ത്രോംബിൻ എന്ത് ചെയ്യുന്നുണ്ട്? ഫൈബ്രിനോജൻ അതിന്റെ ആവശ്യകത ബ്ലഡ് പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജനുമായിട്ട് കമ്പൈൻ ചെയ്ത് ഫൈബ്രിൻ ത്രെഡ്സ് ഉണ്ടാവും. ഈ ഫൈബ്രിൻ ത്രെഡ്സ് ഈ മുറിവിൽ എന്ത് ചെയ്യുന്നുണ്ട്? നെറ്റ്വർക്ക് പോലെ ഫോം ചെയ്യുകയും ആ നെറ്റ്വർക്കിൽ ബ്ലഡ് സെല്ലുകളായിട്ടുള്ള RBC, പ്ലേറ്റ്ലെറ്റ് അതുപോലെ തന്നെ WBC ഒക്കെ എന്ത് ചെയ്യുന്നു? ട്രാപ്പ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലഡ് ക്ലോട്ട് അല്ലെങ്കിൽ കൊയാഗുലേഷൻ നടക്കുന്നത്. അല്ലേ? രക്തക്കട്ടയാണെങ്കിൽ ബ്ലഡ് കൊയാഗുലന്റ് എന്ന് പറയും. ആ പ്രവർത്തനത്തെ പറയുന്ന പേര് ബ്ലഡ് ക്ലോട്ടിങ് അല്ലെങ്കിൽ കൊയാഗുലേഷൻ എന്ന് പറയും. അല്ലേ? അതും ഫ്ലോ ചാർട്ടായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചു വെക്കുക. അല്ലേ? ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ ആ ഭാഗത്തിൽ എന്ത് ചെയ്യുന്ന പ്ലേറ്റ്ലെറ്റുകൾ എന്ത് ചെയ്യുന്നു? എൻ്റെ പ്രസൻസിൽ വരും. അത് കഴിഞ്ഞാൽ അടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ആ ടിഷ്യൂസ് ഡീജനറേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു എൻസൈം ഫോം ചെയ്യും. ആ എൻസൈമിന്റെ പേര് ത്രോംബോപ്ലാസ്റ്റിൻ. അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ദിസ് ത്രോംബോപ്ലാസ്റ്റിൻ കൺവേർട്ടഡ് ഇൻടു ത്രോംബിൻ by the help of prothrombin in plasma. Then this thrombin combined with a fibrinogen and it form fibrin threads. This fibrin threads that will form fibrin network and blood cells WBC, RBC trapped in the network formation. That is called blood clotting or coagulation. Okay. അപ്പോൾ ഇത്രയാണ് ഇതിൽ പഠിക്കാനുള്ളത്. രക്തം കട്ട പിടിക്കൽ അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ടിങ് എന്ന് പറയുന്ന പ്രോസസ്സിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഈ വൂണ്ട് ഹീലിംഗ് അല്ലെങ്കിൽ മുറിവ് ഉണങ്ങുന്ന പ്രോസസ്സാണ് പഠിക്കുക. മുറിവ് ഉണങ്ങുക. അല്ലേ? നമുക്ക് ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ അത് കുറേ സമയമെടുത്ത് കുറേ നാളുകളെടുത്ത് എന്ത് ചെയ്യുന്നു? നല്ലോണം ഉണങ്ങാറുണ്ട്. അല്ലേ? അതായത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പഠിച്ച നോൺ സ്പെസിഫിക് ആയിട്ടുള്ള ഡിഫൻസിൽ വരുന്നതാണ് എന്ന് പറയുന്നത് ഈ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ബ്ലഡ് ക്ലോട്ടിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ചില മുറിവുണ്ടാകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അതിന് പകരം അവിടെ ഉള്ള ടിഷ്യൂസിന് പകരം മറ്റ് ടിഷ്യൂസുകൾ വരാൻ ശ്രമിക്കും. ഇത്തരം സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ചിലപ്പോൾ അടയാളങ്ങളും ഉണ്ടാകും. അല്ലേ? അതായത് ആ ഉള്ള ടിഷ്യൂസിന് പകരം അതേപോലെയുള്ള എൻഡോത്തീലിയമോ അതുപോലെ തന്നെ എപ്പിത്തീലിയമോ വരാൻ പറ്റിയില്ല എങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? മുറിവുണങ്ങുന്ന സന്ദർഭങ്ങളിൽ ഈ കണക്റ്റീവ് ടിഷ്യൂസുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫോം ചെയ്ത് മുറിവുണങ്ങുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. അല്ലേ? അപ്പം അങ്ങനെ മുറിവുണങ്ങുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെയുള്ള അതേ സെല്ലുകൾ റീപ്ലേസ് ചെയ്യാതെ വരും. അങ്ങനെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ആ ഒരു വൈറ്റ് സ്കാറോ അല്ലെങ്കിൽ ഒരു പെയിൽ നിറത്തിലുള്ള അല്ലെങ്കിൽ ഇളം നിറത്തിലുള്ള ഒരു അടയാളം ഫോം ചെയ്യാറുണ്ട്. അതാണ് മുറിവ് ഉണങ്ങി അതിനെ എന്ത് ചെയ്യുന്നു? മാറുമ്പോഴത്തേക്ക് അവിടെ അടയാളം വീഴും. റോസ് നിറത്തിലുള്ളൊക്കെ അടയാളം വീഴാറുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ അടയാളം വീഴുന്നുണ്ട് എങ്കിൽ ഇത് കുറേ നാൾ കഴിഞ്ഞ് അടയാളം ചിലപ്പോൾ പോകാം. ഓക്കെ, അപ്പോൾ ഇത്രയും സംവിധാനങ്ങളാണ് വൂണ്ട് ഹീലിംഗിലുള്ളത്. ഓക്കെ, മുറിവുണങ്ങൽ സംവിധാനത്തിലുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെന്ന് പറയുന്നത് ഏതിലാണ്? നോൺ സ്പെസിഫിക്കിലുള്ളതാണ്. ഇനി അടുത്ത ഒരു ഭാഗം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നോൺ സ്പെസിഫിക് അങ്ങ് തീരും. അല്ലേ? ആ നോൺ സ്പെസിഫിക്കിൽ വരുന്ന അടുത്ത ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഫീവറാണ്. അല്ലേ? പനി എന്ന് പറയുന്നത് ഒരു അസുഖമല്ല, പകരം എന്ത് ചെയ്യുന്നുണ്ട്? അതൊരു ലക്ഷണമാണ്, അസുഖ ലക്ഷണമാണ്. അല്ലേ? അതായത് എന്ത് ചെയ്യുന്നതാണ്? നമ്മുടെ ബോഡിയിലേക്ക് രോഗാണുക്കൾ എൻട്രി ചെയ്തു, അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ബോഡി ടെമ്പറേച്ചർ കൂട്ടി അതിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫെൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്നാണ് എന്ത് ചെയ്യുന്നുണ്ട്? പനി വരുന്നതിനർത്ഥം. ആ പനി വന്നു കഴിഞ്ഞാൽ അതുപോലെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. 1, 2, 3 ദിവസം കഴിഞ്ഞ് അത് മാറിയില്ലെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ടും ഡോക്ടറെ സമീപിക്കുക. അല്ല എങ്കിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്? ആ ബ്രെയിനെയും ഒക്കെ സാരമായിട്ട് മറ്റ് ഇന്റേണൽ ഓർഗൻസിനെയൊക്കെ സാരമായിട്ട് ബാധിക്കും. അതുകൊണ്ട് പനി എന്ന് പറയുന്ന 2-3 ദിവസം കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കുറഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ സമീപിക്കാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്ന? ആദ്യം ഉണ്ടാകുന്നത് രോഗാണുക്കൾ ശരീരത്തിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ആ രോഗാണുക്കളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് ബോഡിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഫാഗോസൈറ്റോസിസ് അല്ലെങ്കിൽ വിഴുങ്ങൽ പ്രവർത്തനം നടക്കും. അല്ലെങ്കിൽ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കാനുള്ള ഈ ന്യൂട്രോഫിലും മോണോസൈറ്റും ഒക്കെ ഉണ്ടാക്കും. അല്ലേ? അപ്പോൾ ആ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കാൻ ശ്രമിക്കും. അല്ലേ? അപ്പോൾ ആ ഒരു സംവിധാനത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നുണ്ട്? അതിലൂടെ നടക്കുന്നതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ബോഡി ടെമ്പറേച്ചർ കൂടും.
അങ്ങനെ ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുകയാണ് എങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ പനി എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാണ്, ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസ്, 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് ഫാരൻഹീറ്റിലേക്ക് പോകുമ്പോൾ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. അതുകൊണ്ടാണ് നമ്മൾ ആശുപത്രിയിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡോക്ടേഴ്സൊക്കെ പറയാറുണ്ട്, എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് 100 ഡിഗ്രി സെൽഷ്യസ് കൂടുതലാണ്, അല്ലെങ്കിൽ മോനെ 100 ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ പനിയുണ്ട്. അപ്പോൾ ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുകയാണെങ്കിൽ അവിടെ തെറ്റാണ്, ഫാരൻഹീറ്റ് എന്ന് തന്നെ വേണം അല്ലേ, 100 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് തന്നെ പറയണം അല്ലേ. കാരണം ഡിഗ്രി സെൽഷ്യസ് 100 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ വെള്ളം തിളയ്ക്കുന്നതായി പോകും, അത് തെറ്റാണ്. ഓക്കെ, അപ്പം 37 ഡിഗ്രി സെൽഷ്യസിന് ഈക്വൽ ആയിട്ടുള്ള ഫാരൻഹീറ്റ് ആണ് എത്രയെന്ന് പറയുന്നത്, 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. അപ്പോൾ അതാണ് ഡോക്ടർ അവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ 100 ഡിഗ്രി ഫാരൻഹീറ്റ് പനിയാണ്. ഓക്കെ, അപ്പം ഈ ഒരു കാര്യമാണ് ഏതെന്ന് പറയുന്ന പനി എന്ന് പറയുന്ന സംവിധാനം എന്ന് പറയുന്നത്. അതായത് ആ രോഗാണുക്കളെ എൻട്രി ചെയ്തിട്ടുള്ള രോഗാണുക്കളെ നശിപ്പിക്കാനുള്ള സംവിധാനമാണ്. അപ്പോൾ ഇത്രയും ആകുമ്പോഴത്തേക്കും നോട്ട് സ്പെസിഫിക് ഡിഫൻസ് തീർന്നു. ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് സ്പെസിഫിക് ഡിഫൻസ് ആണ്, അല്ലെങ്കിൽ പ്രത്യേക പ്രതിരോധമാണ്. ഓക്കെ, അപ്പോൾ ഇനി പ്രത്യേക പ്രതിരോധത്തിൽ പോവാം. ഓക്കെ.